enterprise might fail, but the entrepreneur will never fail. You should not get emotionally attached with your company. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത്. അതായത് ഞാനൊരു ചായക്കട തുടങ്ങി, പക്ഷേ ആ ചായ കുടിക്കാൻ ആളില്ലെങ്കിൽ അതും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കുടിക്കാൻ ആൾ വരണം. ഈ വർഷം ഒരു ടഫ് ഇയർ ആയിരിക്കും എന്നാണ് പൊതുവേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്. കൂടുതൽ ലേ ഓഫ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളത്. ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് 6 മുതൽ 12 മാസത്തേക്കുള്ള നമ്മുടെ ശമ്പളം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മളെ പെട്ടെന്നൊരു അന്ധകാരത്തിലേക്ക് ഇറക്കി വിടാതെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് പ്ലാൻ ചെയ്യാം കുറച്ചുകൂടെ. എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ ഒരു ക്യാമറ വഴി റെക്കോർഡ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഒരു ന്യൂസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എല്ലാ ജേർണലിസ്റ്റുകളുടെയും ജോലി പോകും. നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നല്ലൊരു വിഭാഗവും ഈ സ്റ്റാർട്ടപ്പിനെ ട്രേഡുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ട്രേഡും സ്റ്റാർട്ടപ്പും ഒന്നാണോ എന്നൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന പോലെ നമ്മൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി, എന്താ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ട്രേഡാണ്. ഒരു കട തുടങ്ങുന്നു, എവിടെന്നെങ്കിലും സാധനം വാങ്ങിച്ച് എവിടെ നിന്ന് വിൽക്കുന്നു, കൂടിയ വിലയ്ക്ക് അല്ലെങ്കിൽ ആ പറയുന്ന MRPക്ക് വിൽക്കുന്നു, ഒരു ലാഭം ഉണ്ടാക്കുന്നു. പക്ഷേ അതിനുപരിയായി ഇതിനകത്തൊരു ഇന്നോവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർട്ടപ്പ്. ഇപ്പം സ്പാനിഷ് മസാല എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് സ്പെയിനിൽ പോയിട്ട് ആ ദോശയിൽ കാണിക്കുന്ന ഇന്നോവേഷൻ ആണല്ലോ അദ്ദേഹത്തിന്റെ ആ ഒരു ബിസിനസ് വളരാൻ കാരണം. എന്ന് പറഞ്ഞതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പ്? എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായി അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒയ്ക്ക് തന്നെയാണ്. ഒരു ടെക്നിക്കൽ ഡെഫിനേഷൻ ഞാൻ പറയാം, പക്ഷെ അത് കേരളത്തിൽ നമ്മൾ അത്രയും അങ്ങ് ടെക്നിക്കലി പോവാറില്ല. പക്ഷെ എന്നാലും നമ്മൾക്കൊരു സാങ്കേതിക വിദ്യയുടെ ഇടപെടലിലൂടെ, ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ആൾക്കാർ IT അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, മറ്റു പല സാങ്കേതിക വിദ്യകളുണ്ട്. ഇപ്പോൾ മെറ്റീരിയൽ സയൻസസ് ആവാം, ഇൻഫർമേഷൻ ടെക്നോളജി ആവാം, ബയോടെക്നോളജി ആവാം, കെമിസ്ട്രി ആവാം. ഇങ്ങനത്തെ പല സയൻസ് ആൻഡ് ടെക്നോളജി ഇൻ്റർവെൻഷൻസ് വഴി നമുക്കൊരു പ്രോഡക്റ്റിനെയോ ഒരു പ്രോസസ്സിനെയോ ഒരു ബിസിനസ് മോഡലിനെയോ, അതായത് നിങ്ങളുടെ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന രീതി, നിങ്ങൾ എങ്ങനെ ആ ഉൽപ്പന്നത്തെ വിപണിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ള രീതി, ഈ 3 കാര്യങ്ങളിൽ സാങ്കേതിക വിദ്യ വഴി ഏതെങ്കിലും രീതിയിൽ ഒരു ഇടപെടൽ നടത്തുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളെല്ലാവരും ഈ പറയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് പൊതുവേ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ വെള്ളം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ, കുപ്പിവെള്ളം നമുക്ക് കൊണ്ടുതരും. കുപ്പിവെള്ളം നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാസ്റ്റിക് ഒരു വലിയ വേസ്റ്റാണ്, പ്ലാസ്റ്റിക് ഒരു മെനസാണ്. നമുക്ക് അതിൽ നിന്ന് മാറി ബയോഡീഗ്രേഡബിൾ ഇതിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്? പലപ്പോഴും നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാനുള്ള മെറ്റീരിയൽ, അതായത് പ്ലാസ്റ്റിക് പോലെ ഇതിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മെറ്റീരിയൽ ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് വെക്കുക, മേ ബി മുളയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു അസംസ്കൃത വസ്തു ഉപയോഗിച്ച് അത്തരത്തിലൊരു മെറ്റീരിയൽ ഉണ്ടാക്കി ഈ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനും അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് മണ്ണിലേക്ക് എറിഞ്ഞ് കളയാനും മണ്ണിനോട് അലിഞ്ഞു ചേരുന്ന ഒരു മെറ്റീരിയലുമാണ് അതെന്ന് വെക്കുക. എന്തൊരു വലിയൊരു മാർക്കറ്റാണ് നമ്മൾ സംസാരിക്കുന്നത്. കുപ്പിവെള്ളത്തിൻ്റെ മൊത്തം ഇന്ത്യയിലെ മാർക്കറ്റ് എനിക്കറിയില്ല, പക്ഷേ എല്ലാ കമ്പനികളും ചിലപ്പോൾ ഇതിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻ ഒരാൾ കൊണ്ടുവരുന്നു, ഒരു പുതിയ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഉൽപ്പന്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാവർക്കും ഇതിലേക്ക് മാറാം. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള കച്ചവടം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. സോ ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇല്ലോജിക്കൽ എമൗണ്ട് ഓഫ് വെൽത്ത്. നമ്മൾ മനസ്സിൽ പോലും കാണാത്ത അത്രയും ധനം നമ്മൾ അതുവഴി ആർജിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു കമ്പനിയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത്. ഞാൻ ചെറിയ എക്സാമ്പിൾസ് പറയുന്ന ഒന്ന് നമ്മുടെ വാക്സിനാണ്, അല്ലേ? 100 കോടി ജനങ്ങൾക്ക് വേണ്ടി 2 കമ്പനികളാണ് ഇന്ത്യയിൽ വാക്സിൻ നിർമ്മിച്ചത്. അപ്പോൾ ഒരു ചെറിയ സയൻറ്റിഫിക് ഇൻ്റർവെൻഷനാണ് വാക്സിൻ എന്ന് പറയുന്നത്. ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല, പ്രത്യേകിച്ച് പഴയ മോഡൽ. ഇപ്പോൾ mRNA പോലെയുള്ള ഒരു ഫൈസറിൻ്റെ വാക്സിൻ പുതിയ ടെക്നോളജിയായിരുന്നു, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയത് പഴയ ടെക്നോളജി വെച്ചിട്ടാണ്. 2 കമ്പനികൾ അത് ഉണ്ടാക്കി, അവരത് 100 കോടി ജനങ്ങളിലേക്ക് എത്തിച്ചു. അതുവഴി ഒരു ഇല്ലോജിക്കൽ എമൗണ്ട് ഓഫ് വെൽത്ത് അവർ ആർജിച്ചു. ഇത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പോൾ അത് ബുക്ക് മൈ ഷോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്. എല്ലാ തവണയും തിയേറ്ററിൽ പോയി നിന്ന് ടിക്കറ്റ് എടുത്ത് ഇടികൂടി ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഇപ്പോൾ നേരെ നെറ്റിൽ പോകുന്നു. എപ്പോഴാണോ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ അപ്പോൾ ടിക്കറ്റ് എടുക്കുന്നു, പോയി സുഖമായിട്ട് സിനിമ കണ്ടിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അത് എന്ത് സംഭവിച്ചു? അതിൻ്റെ ഭാഗമായി ഇന്ത്യ മൊത്തം ടിക്കറ്റ് എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ബുക്ക് മൈ ഷോ മാറുന്നു. അതുവഴി ബുക്ക് മൈ ഷോ ഒരു വലിയ കമ്പനിയായി മാറുന്നു, അവർ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നു. അപ്പോൾ സോ യു ജസ്റ്റ് ചേഞ്ച് ദിസ് ബിസിനസ് മോഡൽ എ ലിറ്റിൽ ബിറ്റ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ പ്ലാറ്റ്ഫോം. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെയാണ് ടെക്നിക്കലി നമ്മൾ
സ്റ്റാർട്ടപ്പുകൾ എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റണം, അതിലൊരു ഇന്നവേഷൻ ഇൻ ടേംസ് ഓഫ് സയൻസ് ആൻഡ് ശാസ്ത്രത്തിൻ്റെയോ സാങ്കേതിക വിദ്യയുടെയോ എഞ്ചിനീയറിങ്ങിൻ്റെയോ ഒരു ഇന്നവേഷൻ, ഒരു പുതുമ അതിനകത്ത് ഉണ്ടാവണം. അതുപയോഗിച്ച് നമ്മളൊരു പുതിയ ഉൽപ്പന്നത്തെയോ പുതിയൊരു പ്രോസസ്സിനെയോ പുതിയൊരു ബിസിനസ് മോഡലെയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ഓൾറെഡി ഉള്ള ഏതെങ്കിലും ഒരു എണ്ണത്തിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുകയോ ചെയ്യുക. ഇതാണ് ശരിക്കും ടെക്നിക്കലി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ വെഞ്ചർ ക്യാപിറ്റൽ അസോസിയേഷനും ബെയ്ൻ ആൻഡ് കമ്പനിയും കൂടി ചേർന്ന് ഒരു പഠനം നടത്തി. ആ പഠനം ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചായിരുന്നു. പഠന റിപ്പോർട്ട് പറയുന്നത് 2023 35,000 ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളാണ് അടച്ചുപൂട്ടിയത്. അതിലേറെയും എഡ്ടെക് കമ്പനികളാണ്. അപ്പോൾ അവരതിന് കാരണമായിട്ട് പറയുന്നത് സ്ട്രക്ചറലായിട്ടും ടെക്നിക്കലായിട്ടും ഉള്ള കാരണം. ഒന്ന്, ഇൻഫ്ലേഷൻ, വിലക്കയറ്റം, അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. 2, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി, അത് പ്രശ്നമായി. 3, ഫണ്ടിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞത്. അപ്പോൾ ഇതിനപ്പുറമായി നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങളുണ്ട്. ഈ 35,000 സ്റ്റാർട്ടപ്പുകൾ അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് 35,000 പേര് ചിലപ്പോൾ പാർട്ട്ണർഷിപ്പിലുള്ളതാകാം, അവരുടെ കുടുംബങ്ങൾ, ഇവരെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും. അല്ല, അതൊരു റിയാലിറ്റിയാണ്. നമ്മൾ അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ തുടങ്ങുന്ന എല്ലാ കമ്പനികളും സക്സസ്ഫുൾ ആവണം എന്ന് ഞാൻ ശഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിനകത്തൊരു റിസ്ക് ഉണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റർപ്രനേഴ്സ് ആർ പ്രൈമറിലി റിസ്ക് ടേക്കേഴ്സ് എന്ന് പറയുന്നത്. അവിടെ ദെൻ ഐ വുഡ് ലൈക്ക് ടു മേക്ക് വൺ സ്റ്റേറ്റ്മെൻറ്റ്. ആൻ എൻ്റർപ്രൈസ് മൈറ്റ് ഫെയിൽ, ബട്ട് ദി എൻ്റർപ്രനർ വിൽ നെവർ ഫെയിൽ. പലപ്പോഴും നമുക്ക് ആൻഡ് യു ഷുഡ് നോട്ട് ഗെറ്റ് ഇമോഷണലി അറ്റാച്ച്ഡ് വിത്ത് യുവർ കമ്പനി. ഈ 2 കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത്. അതായത് കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഐഡിയ വെച്ചുകൊണ്ട് ഞാൻ ഇനി അടുത്ത എൻ്റെ 20 വർഷവും അതിൻ്റെ പുറകെ തന്നെ നിൽക്കും, ഒരു സക്സസ്സും ഇല്ലാതെ എന്ന് വന്നു കഴിഞ്ഞാൽ ദെൻ യു ആർ ഗെറ്റിംഗ് ഇൻ ടു ട്രബിൾ. പക്ഷേ ഇൻക്രിമെൻ്റലി സക്സസ്, ഒരു നല്ല കമ്പനി ഉണ്ടാക്കാൻ നമുക്കൊരു 10 വർഷം എടുക്കും. ഒരു വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള നല്ലൊരു കമ്പനി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് 10 വർഷമെങ്കിലും എടുക്കും. സോ ആ ടൈം ഫ്രെയിം ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു ചായക്കട തുടങ്ങി, പക്ഷേ ആ ചായ കുടിക്കാൻ ആളില്ലെങ്കിൽ വീണ്ടും വീണ്ടും എനിക്ക് ആ ചായക്കട ഇഷ്ടമാണ്, എൻ്റെ ഐഡിയ ആണ്, ഞാൻ പുതിയൊരു തരം ചായ ഉണ്ടാക്കുകയെന്ന്. പക്ഷേ അതും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കുടിക്കാൻ ആൾ വരണം, ആദ്യം കുറച്ച് പേര് വരണം, പിന്നെ കൂടുതൽ ആൾക്കാർ വരണം, പിന്നെ ആ ചായക്കടയുടെ പല ഫ്രാഞ്ചൈസികൾ പല സ്ഥലങ്ങളിലായിട്ട് തുടങ്ങണം. അങ്ങനെയല്ലേ സ്കെയിൽ ചെയ്യുന്നത്, അങ്ങനെയല്ലേ സ്റ്റാർബക്സ് ഉണ്ടാകുന്നത്, അങ്ങനെയല്ലേ കോസ്റ്റ കോഫി ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളുടെ മനസ്സിലൊരു ബിസിനസ് മോഡൽ വേണം. ആ ബിസിനസ് മോഡൽ ഇൻക്രിമെൻ്റലി സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളത് നിർത്തണം, എന്നിട്ട് അടുത്ത അതുപോലത്തെ ഒരു ബിസിനസ് മോഡൽ കണ്ടെത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിക്ക് പോകാം. കാരണം ഈ സ്കിൽ ദാറ്റ് യു അക്വയർ ഇൻ ബിൽഡിംഗ് എ കമ്പനി ഈസ് അൺമാച്ച്ഡ്. ലോകത്തെ ഒരു MBA കോഴ്സിനും ലോകത്തെ വേറൊരു ജോലിക്കും തരാൻ കഴിയാത്തത്രയും സ്കില്ലുകൾ നിങ്ങളൊരു കമ്പനി തുടങ്ങി അത് സക്സസ്ഫുൾ ആയാലും പൂട്ടിയാലും നമ്മൾ പഠിക്കും. അതിനെ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മൾ ഡീമോറലൈസ്ഡ് ആവാതെ അതിനെ ഉപയോഗിക്കാൻ കഴിയുന്നിടത്താണ് സത്യത്തിൽ എൻ്റർപ്രനറുടെ വിജയം എന്ന് പറയുന്നത്. സോ എൻ്റർപ്രൈസസ് വിൽ ഫെയിൽ, ബട്ട് എൻ്റർപ്രനർ ഷുഡ് നെവർ ഫെയിൽ. യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് യു വിൽ ഫെയിൽ. നിങ്ങൾ തോറ്റുപോകുമെന്ന് നിങ്ങൾ കരുതുകയേ ചെയ്യരുത്. നിങ്ങൾ അതിൽ നിന്ന് അക്വയർ ചെയ്ത ആ സ്കില്ലുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സോ വെൻ യു സേ 35,000 കമ്പനികൾ അടച്ചുപൂട്ടി, അതുകൊണ്ട് 35,000 അല്ലെങ്കിൽ 70,000 ആൾക്കാരുടെ ജീവിതം ഇരുട്ടിലായി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇരുട്ടിലാവുന്നവർ ആ സക്സസ്, ഇൻക്രിമെൻ്റൽ സക്സസ് ഇല്ലാതെ ഇതുമായി ഇമോഷണലി അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് നമ്മൾ പ്രശ്നത്തിൽപ്പെടുന്നത്. അതായത് നമുക്കറിയാം ഇത് വർക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഞാനത് അതിൽ നിന്ന് പുറത്താവാൻ മാനസികമായിട്ട് പ്രിപ്പയർഡ് അല്ല. കാരണം ഇത് എൻ്റെ ബേബി, എൻ്റെ കുഞ്ഞാണ്, എനിക്കിതിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല എന്നൊന്നും നമ്മൾ ഇമോഷണലി അതുമായിട്ട് അറ്റാച്ച്ഡ് ആവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു. സാർ, അത് പറയുമ്പോൾ തന്നെ ഈ ഡിമോറലൈസ് ആകുന്നതിൽ ഉപരിയായിട്ട് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങി പരാജയപ്പെട്ട കുറേ ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിൽ നിന്നല്ല ഇത് തുടങ്ങിയത്. പലരും കടം വാങ്ങിച്ചിട്ടാണ് സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചത്. അപ്പോൾ കടം വാങ്ങിച്ചിട്ട് ആ കടം പെരുകുന്നു, ഒരു തരത്തിലും അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ ആ രീതിയിൽ ഇനി അടുത്ത ഒന്നിനെക്കുറിച്ച്, മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സാധ്യതയില്ലാത്ത ഒരവസ്ഥ. കാരണം അതിന് ഇനി ഫണ്ട് കിട്ടാനുള്ളൊരു സാധ്യത, കാരണം പരാജയപ്പെട്ട സ്റ്റാർട്ടപ്പ് എന്നുള്ള പേര്, അപ്പോൾ ഇവനെ കൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രശ്നം കൂടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ബിസിനസ്സുകൾ പരാജയപ്പെട്ട് കുടുംബമായി ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ബിസിനസ് തുടങ്ങുമ്പം അതിനൊരു ഇൻഷുറൻസ്, ഇത് തകർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആളിന് ആ പണത്തിൻ്റെ ഒരു 80%, ബാക്കി എല്ലാത്തിനും നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊരു സംവിധാനം നമുക്കുണ്ടോ? പലപ്പോഴും ഞാൻ സമൂഹത്തിൽ കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് എൻടൈറ്റിൽമെൻ്റ് ആണ്. അതായത് ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു പരിധിവരെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ട്. അത് മാതാപിതാക്കളാവാം, സർക്കാരാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള എൻടൈറ്റിൽമെൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് യൂറോപ്പിലാണ്. അതായത് നമ്മളിപ്പോൾ ജോലിയില്ലാതെ വീട്ടിലിരുന്നാലും നമുക്ക് സർക്കാർ മോശമല്ലാത്ത ഒരു ശമ്പളം നമുക്ക് തരും. പക്ഷേ ഇത്തരം മോഡലുകൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ
ഇടിച്ചു നിൽക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കാരണം കച്ചവടം തുടങ്ങുന്ന ഏതൊരാളും ആ റിസ്ക് മനസ്സിലാക്കിയാണ് അതിലേക്ക് എടുത്തു ചാടുന്നത്. അപ്പോൾ അതിനെ ഇൻഷുർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞിനെ പരമാവധി കാലം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി ഞാൻ അയാളിലേക്ക് എത്തിക്കുകയാണ്. ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫെയിൽ ഫാസ്റ്റ്. നമ്മളൊരു കാര്യം തുടങ്ങി അത് സക്സസ്ഫുൾ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അടച്ചു പൂട്ടുന്നതാണ് നല്ലത്. എന്നിട്ട് നമ്മൾ അടുത്ത സക്സസ്ഫുൾ ആവാൻ സാധ്യതയുള്ളൊരു സാധനം പലപ്പോഴും ഈ പറയുന്ന ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ മനുഷ്യർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈഗോയാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതായത് എനിക്കറിയാം ഇതെങ്ങും എത്തുന്നില്ല എന്നുള്ളത്, പക്ഷേ ഞാനിത് വിടില്ല, കാരണം എൻ്റെ ഈഗോ എന്നെ അതിന് സമ്മതിക്കുന്നില്ല. ആ ഈഗോ താത്ത് വെക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ ഇൻഷുറൻസിൻ്റെ കാര്യം പല സൈഡിൽ നിന്ന് ഇങ്ങനത്തെ ഇത് വരുന്നുണ്ട്. നമുക്കത് ആലോചിക്കാവുന്നതാണ്. കുറച്ചൊരു മേ ബി ഒരു ഇൻഷുറൻസ് കമ്പനിയായിട്ടോ മറ്റോ സംസാരിച്ച് അത്തരത്തിലുള്ളൊരു സ്കീം, മേ ബി ഒരു ചെറിയ പ്രീമിയം സ്റ്റാർട്ടപ്പുകളും തരികയാണ്, സർക്കാരും അല്പം ഇത് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ലാർജ് കവറേജ് അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എത്ര നമുക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പം സേ ഫോർ എക്സാമ്പിൾ $10 മില്യൺ മുടക്കിയ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80 കോടി രൂപ മുടക്കിയ ഒരു ബിസിനസ് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ബൈജൂസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബൈജൂസ് എത്രയാണ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഇറ്റ് വാസ് ലൈക്ക് ഒരു വലിയ വാല്യുവേഷൻ ഉണ്ടായിരുന്ന കമ്പനിയാണ്. ആ കമ്പനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് അതിനെ അണ്ടർറൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. മേ ബി ക്രിസ്റ്റീന പറഞ്ഞ പോലെ ഒരു ബേസിക് കവറേജ്, അതായത് ഒരു 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു 20 ലക്ഷം രൂപയോ തിരിച്ച് കിട്ടുന്ന ഒരു സ്കീം നമുക്ക് ഡിവൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ റിസ്ക് ഞാൻ എടുക്കുന്നതാണ്. ഇത് സർക്കാരിന് ഇതിലൊരു ഇതുമില്ല. ഇത് യു ഹാവ് ടു ഡിസൈഡ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ കമ്പനി. ആ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഇസ് റിയലി യുവേഴ്സ്. സർക്കാരിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നീ ആ കമ്പനി തുടങ്ങുമ്പോൾ നിനക്കുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു തരിക. അതായത് നിനക്കൊരു ഇരിക്കാനൊരു സ്ഥലം വേണം, അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടാൻ താമസിക്കുന്നു, എവിടെയെങ്കിലും പ്രോസസ്സിൽ പ്രശ്നമുണ്ടോ, ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് പോയി അയാളുടെ സമയം വളരെ വിലപ്പെട്ട ആ സമയം, ഒരു വർഷം നമ്മളൊരു ലൈസൻസിന് വേണ്ടി നടക്കുകയാണെങ്കിൽ അത് തന്നെ ബിസിനസ് തകരാൻ ചിലപ്പോൾ കാര്യമാകും. പക്ഷേ അത് മാറ്റി നമുക്കതൊരു മാസത്തിനകം ആക്കാൻ പറ്റുമെങ്കിൽ ദെൻ യു ഹാവ് എ ബെറ്റർ ചാൻസ് ഓഫ് സക്സസ്. അപ്പോൾ ആ രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അതാണ്. മറ്റത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. നമുക്കൊരു കമ്പനിയായിട്ട് സംസാരിച്ച് അതിൻ്റെ ഒരു സ്കീം പറ്റുമോ എന്നുള്ളത് നോക്കാവുന്നതാണ്. കോവിഡിന് ശേഷം നമ്മൾ ഗ്രേറ്റ് റെസിഗ്നേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ലേ ഓഫ് എന്ന് പറയുന്ന വാക്കുകൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ കമ്പനി 20,000 പേരെ, ആ കമ്പനി 15% ജീവനക്കാരെ. അപ്പോൾ ഈ പിരിച്ചു വിടുന്നു എന്ന് പറയുമ്പോൾ പറയുന്നത് പോലെ ഓരോ കുടുംബത്തിൻ്റെയും വരുമാനമാണ് നിലയ്ക്കുന്നത്. അപ്പോൾ ഈ മാസീവ് ലേ ഓഫിനോട് എന്തായാലും അതിനൊരു കറക്ഷൻ ഉണ്ടാകാൻ പാടാണ്, കാരണം പലതരത്തിൽ സാമ്പത്തിക ഘടകങ്ങളൊക്കെ അതിനെ ബാധിക്കുന്നതാണ്. പക്ഷേ ഈ ലേ ഓഫിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് അവരുടെ ജീവിതം പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, എന്തെങ്കിലും വഴിയുണ്ട്? ഇതൊക്കെയാണ് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ. ഈ സോഷ്യൽ സെക്യൂരിറ്റി ഈസ് വെരി ഹൈ ഇൻ സ്കാൻഡിനേവിയ, ഇറ്റ്സ് വെരി ഹൈ ഇൻ യൂറോപ്പ്. അപ്പോൾ നമ്മൾ ജോലിയില്ലാതെ വീട്ടിലിരുന്നാലും നമുക്ക് ശമ്പളം തരും എന്നുള്ളൊരു ബിസിനസ് മോഡൽ, ഒരു ഫൈനാൻഷ്യൽ മോഡലാണ് യൂറോപ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അത് ചെയ്യാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 100 കോടി ജനങ്ങളാണ്. അപ്പോൾ 100 കോടി ജനങ്ങൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ടാസ്ക്. നമുക്ക് ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ അറിയാം, ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ കാര്യമാണ്. കാരണം പ്രായമായ ആൾക്കാർക്ക് വേറെ വരുമാനമൊന്നും ഇല്ലാത്തവർക്ക് ഒരു ചെറിയ തുകയെങ്കിലും എല്ലാ മാസവും കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. പക്ഷെ അതുപോലും നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ you have the welfare economy on one side, which is the social security and all the other things. You also have the developmental economy എന്ന് പറഞ്ഞാൽ കൂടുതൽ ജോലികൾ ഉണ്ടാവണം, കൂടുതൽ ബിസിനസ്സുകൾ വരണം, കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനേ നമുക്ക് കഴിയത്തുള്ളൂ. ഒന്നിൽ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആ പോയിന്റിലേക്ക് വരാം. അതായത് ഗ്രേറ്റ് റെസിഗ്നേഷൻ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ലേ ഓഫ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. ഇനിയിപ്പോൾ ഈ വർഷം ഒരു ടഫ് ഇയർ ആയിരിക്കും എന്നാണ് പൊതുവേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്നത്. കൂടുതൽ ലേ ഓഫ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു പരിധി വരെ നമ്മൾ മിനിമലിസത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ അപ്പുറത്തെ ചേട്ടൻ കാറ് വാങ്ങിച്ചു, എനിക്ക് അതിലും വലിയൊരു കാറ് വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ നമ്മൾ പതുക്കെ മാറണം. പുതിയ തലമുറ അതിൽ നിന്ന് മാറുന്നുണ്ട്. ദർ ആർ മെനി കിഡ്സ് ഹൂ സേ ദാറ്റ് ഒരു യൂബറോ അല്ലെ അങ്ങനെയുള്ള സാധനം എടുത്ത് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പൊക്കോളാം, അല്ലാതെ എനിക്കൊരു കാറിൻ്റെ തന്നെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു വലിയ തലമുറ വളർന്നു വരുന്നുണ്ട്. വലിയ ഇപ്പം എന്താ പറയുന്നത്, 5000 രൂപയുടെ ഷർട്ട് വേണ്ട, 500 രൂപയുടെ ഷർട്ട് വാങ്ങിച്ച് ഞാനൊരു 5 തവണ ഇട്ടിട്ട് കളഞ്ഞോളാം എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. സോ ദർ ഇസ് എ ജനറൽ മിനിമലിസം ദാറ്റ് സൊസൈറ്റി ഈസ് എംബ്രേസിങ്. കോവിഡിന് ശേഷം ഉണ്ടായ ഒരു പ്രത്യേകതയാണ്. അത് ലോകമെമ്പാടും ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കുറച്ചൊന്ന്
ലാക്സ് ആവും. നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ ചെയ്തിരുന്ന രീതിയിലുള്ള ഒരു സേവിങ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പല കുട്ടികളും ഇപ്പോൾ എനിക്കറിയാവുന്ന ടെക്നോ പാർക്കിലുള്ള ഒരുപാട് കുട്ടികൾ ഒരു മന്ത് ടു മന്ത് ബേസിസിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജോലി ഇന്ന് പോവുകയാണെങ്കിൽ അടുത്ത മാസം മുതൽ തന്നെ ഞാൻ പ്രശ്നത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എപ്പോഴും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മുതൽ 12 മാസത്തെ നമ്മുടെ ശമ്പളം നമ്മുടെ ബാങ്കിൽ ഉണ്ടാവണം. അതായിരിക്കണം നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജോലി കിട്ടാൻ അന്ന് മുതൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരു 6 മുതൽ 12 മാസത്തെ ശമ്പളം നമ്മുടെ ബാങ്കിൽ എപ്പോഴും ഉണ്ടാവണം. സോ ദാറ്റ് യു ഗെറ്റ് വിൻഡോ. ഒരു റിസഷണറി വിൻഡോ വരികയാണെങ്കിൽ ആ വിൻഡോ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സേവിങ് പൊട്ടൻഷ്യൽ നമുക്കുണ്ടാവണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലിംഗ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകം ഇന്ന് നമ്മുടെ വിപണിയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നിനക്ക് പണ്ട് ഞാൻ എന്താണ് പറയുന്നത്, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായാൽ ജീവിതകാലം മൊത്തം എനിക്ക് ഒരേ കാര്യം ചെയ്താൽ മതി. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാൽ ജീവിതകാലം മൊത്തം ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി തന്നെ മുന്നോട്ട് പോകും. അതിന് വലിയ രീതിയിൽ മാറ്റം വരികയാണ്. ഇപ്പോൾ AI-യുടെ ഇതോടെ ഇപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി തന്നു കഴിഞ്ഞാൽ AI വിൽ ജനറേറ്റ് സച്ച് എ വീഡിയോ. ഇത്രയും 2 ക്യാമറകളും ഇവിടെയുള്ള ആൾക്കാരും താങ്കൾ പോലുമോ ചിലപ്പോൾ വേണ്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് ഒരു AI ആങ്കർ വന്ന് ഓട്ടോമാറ്റിക്കലി എന്നോട് സംസാരിക്കുന്ന പോലെ ഞാൻ പോലും വേണ്ട, ഇത് ഞാൻ പറയുന്നു ഇതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വന്നേക്കാം. അപ്പോൾ തൊഴിലുകളുടെ സ്വഭാവം ജനറലി മാറിമറിയുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം. പലപ്പോഴും പ്രശ്നം എന്താ, 30-40 വയസ്സ് കഴിഞ്ഞാൽ ഇത്രയും കാലം ഞാനിതൊക്കെ തന്നെ, ഇനിയുള്ള കാലവും ഞാനിതൊക്കെ ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയുന്ന ഒരു ചിന്താഗതിക്ക് വലിയ രീതിയിൽ മാറ്റം വരണം. അത് വരുന്നോട്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള സ്കില്ലുകൾ നിങ്ങൾക്ക് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കമ്പനികൾക്ക് വേണ്ടിയും ഇത് കേറ്റർ ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഗിഗർ പോലെയൊക്കെയുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം വർക്കലയിരുന്ന് ഒരു മണിക്കൂർ $100 വീതം വാങ്ങിക്കുന്ന പ്രോഗ്രാമേഴ്സിനെ എനിക്കറിയാം. അപ്പോൾ ആ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അതിലേക്ക് എത്താൻ ഈ ആൾക്കാരെ അതിനുള്ള വഴികൾ കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകും. പക്ഷേ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് 6 മുതൽ 12 മാസത്തേക്കുള്ള നമ്മുടെ ശമ്പളം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മളെ പെട്ടെന്നൊരു അന്ധകാരത്തിലേക്ക് ഇറക്കി വിടാതെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് പ്ലാൻ ചെയ്യാം കുറച്ചുകൂടെ. അപ്പോൾ ഈ AI-യുടെ കടന്നുവരവിനെ പറ്റി സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AI വരുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഈ പറയുന്നത് പോലെ ChatGPT, അതിൻ്റെ 4 വന്നു, ബാർഡൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ ഒരു അസിസ്റ്റഡ് ആയിട്ടുള്ള AI ആണ്. ഇപ്പോഴും നമ്മൾ മനുഷ്യർ പറയുന്നു, അത് കേൾക്കുന്നു എന്നതിലേക്ക് മാറി ഒരു സൂപ്പർ AI-യുടെ ഒക്കെ കാലഘട്ടവും വരും എന്ന് പ്രവചിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ തൊഴിൽ വിപണി ഇനിയും മാറും. അപ്പോൾ ആ രീതിയിൽ തൊഴിൽ വിപണി മാറുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് ഈ പറയുന്ന പോലെ അപ്സ്കില്ലിങ്ങിന് അപ്പുറമായിട്ട് ഇത് ഒരു 10-12 വർഷത്തേക്ക് മുൻകൂട്ടി കാണാനുള്ള ഒരു കാര്യം നമുക്കുണ്ടോ? ഏത് തരത്തിലായിരിക്കും ആ മാറ്റങ്ങൾ ഉണ്ടാവുക? ഇതെല്ലാവരും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ചോദ്യമാണ്. ശരി, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാവുന്നൊരു കാര്യം ഞാൻ പറയാം. ഓട്ടോണമസ് വെഹിക്കിൾസ് എന്ന് പറയുന്ന സാധനം യാഥാർത്ഥ്യമാകുന്ന സമയത്ത് എല്ലാ ഡ്രൈവർമാരുടെയും തൊഴിൽ പോകും എന്നെനിക്കറിയാം, അല്ലേ? എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ ഒരു ക്യാമറ വഴി റെക്കോർഡ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഒരു ന്യൂസ് ജനറേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എല്ലാ ജേർണലിസ്റ്റുകളുടെയും ജോലി പോകും. ഇത് 2 എക്സാമ്പിൾസ് മാത്രമാണ്. നന്നായിട്ട് കോഡ് എഴുതാൻ കഴിയുന്ന ലോ കോഡ് പ്ലാറ്റ്ഫോംസ് ഞങ്ങൾ അതിനെ വിളിക്കും. കഴിയുന്ന സിസ്റ്റംസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെയും ജോലി പോകും. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് ആൾക്കാരുടെ ജോലി പോകും എന്നുള്ള 90 മില്യൺ മറ്റോ ആണ് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ കണക്കെന്ന് പറയുന്നത്. അത്രയും പോകുമ്പോൾ മറ്റൊരു 60 മില്യൺ ജോലികൾ പുതുതായി ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് കൂടി വേൾഡ് എക്കണോമിക് ഫോറം പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് തരം ജോലികളായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒരു ഓട്ടോണമസ് വെഹിക്കിൾ സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനെ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യണം. പക്ഷേ 1000 ഡ്രൈവർമാർക്ക് ചിലപ്പോൾ ഒരു ഓപ്പറേറ്റർ ആയിരിക്കും നമുക്ക് വേണ്ടത്. അപ്പം ആ റേഷ്യോ ഭയങ്കരമായിട്ട് ഇപ്പം നേരെ ഹ്യൂമൻ അസിസ്റ്റഡ് എന്നുള്ളതാണ് ക്രിസ്റ്റീന പറഞ്ഞത്. അതായത് ഒരു ആളും കൂടി ഇരുന്നാണ് ഇപ്പോൾ AI ചെയ്യുന്നത്. പക്ഷേ 10 പേര് ഇപ്പോൾ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ തിരിച്ചാലോചിക്കുക, അതായത് നമ്മളൊരു ഇൻ്റർനെറ്റ് വിപ്ലവത്തിൽ കൂടിയും ഒരു സ്മാർട്ട് ഫോൺ വിപ്ലവത്തിൽ കൂടിയും നമ്മൾ കടന്നു പോകാൻ എൻ്റെ ജീവിതമാണ് ഞാനതിന് പറയുന്നത്. അതായത് 95-ലാണ് ഞാൻ എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത്. എഞ്ചിനീയറിംഗ് പാസ്സായി ആദ്യം വിപ്രോജി മെഡിക്കൽ സിസ്റ്റംസ് എന്ന് പറയുന്നൊരു കമ്പനിയിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് കാണുന്നത്. അവിടെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതിന് കുറച്ച് നാൾ മുന്നേ ഇൻ്റർനെറ്റ് ഉണ്ടായി എന്ന് പറയുന്നത് 90-കളിൽ കൂട്ടിക്കോളൂ. 90 മുതൽ ഒരു 24 ഇപ്പോൾ എത്തുന്നത് നമ്മളൊരു 10-35 വർഷത്തെ കാലയളവിലാണ് നമ്മൾ ഈ പറയുന്ന
ഇൻ്റർനെറ്റ്/സ്മാർട്ട് ഫോൺ റെവല്യൂഷൻ ഉണ്ടായി. 35 വർഷം എടുത്തു നമുക്കത് ചെയ്യാൻ. അത്തരത്തിലുള്ള അടുത്ത റെവല്യൂഷൻസ് ചിലപ്പോൾ 3 വർഷത്തിലോ 10 വർഷത്തിലോ നടന്നേക്കാം. സോ ക്രിയേറ്റിവിറ്റി വിൽ ബിക്കം ദ കീ. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും ഒരു പുതിയ കാര്യത്തിനെക്കുറിച്ച് വരച്ച് അല്ലെങ്കിൽ ഒരു പടം, ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്നത് ഒരു ആർട്ടിസ്റ്റാണ്. കാരണം അയാളാണ് ഇമാജിനറി പേഴ്സൺ. നമുക്ക് ഇന്നില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നും ഇല്ലാതെ ഞാൻ കുറച്ച് കുറിപ്പുകൾ എഴുതി തന്നു കഴിഞ്ഞാൽ അതൊരു ഇൻ്റർവ്യൂ ആക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം മാത്രമാണ്, അല്ലേ? ആ ആഗ്രഹത്തിനെ ഒരു ആർട്ടിസ്റ്റ് അതിനെ ചിലപ്പോൾ ഡിപ്പിക്റ്റ് ചെയ്യാം. ഒരു പടത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ കണ്ടേക്കാം. അല്ലെങ്കിൽ എൻ്റെ ഒരു സംബഡി വിൽ സ്കെച്ച് ഇറ്റ് ഔട്ട്. ഒരു പുതിയ ഫ്ലൈയിങ് കാർ ഓർ ഫ്ലൈയിങ് ബൈക്ക് എന്ന് പറയുന്ന ഒരാൾ സ്കെച്ച് ഔട്ട് ചെയ്യാം. ബട്ട് ആ ഇമാജിനേഷൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു റിയാലിറ്റി ഇൻ എ ഫാസ്റ്റർ പേസ്. നേരത്തെ 10 വർഷം എടുത്ത ഇമാജിനേഷൻ ടു റിയാലിറ്റി ഇപ്പോൾ ചിലപ്പോൾ 1-2 വർഷത്തിൽ നടന്നേക്കാം. അതാണ് AI കൊണ്ടുവരാൻ. അതായത് കൂടുതൽ മരുന്നുകൾ വളരെ പെട്ടെന്ന് തന്നെ. ഇപ്പം നമുക്കറിയാം ക്യാൻസറിന് ഇന്ന് നമുക്കൊരു ക്യൂറില്ല, അല്ലേ? പാർക്കിൻസൺസ് ഡിസീസ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം പോക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെ ഡിമെൻഷ്യ, ഇതുപോലെയുള്ള ഒരുപാട് രോഗങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. ചിലപ്പോൾ ഈ രോഗങ്ങൾക്കെല്ലാം പെട്ടെന്ന് നമ്മൾ മരുന്നുകൾ കണ്ടെത്തിയേക്കാം, അല്ലേ? AI ഉപയോഗിച്ചിട്ട്. എന്ന് പറയുന്ന പോലെ നമുക്ക് ചില സോഫ്റ്റ്വെയർ സിസ്റ്റംസ് വളരെ പെട്ടെന്ന് ഡെവലപ്പ്, 1 വർഷമോ 10 വർഷമോ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യം, എനിക്കൊരു ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തിനെ ചിലപ്പോൾ 1 വർഷത്തിൽ തന്നെ റിയാലിറ്റി ആക്കി കൊണ്ടുവരാൻ പറ്റും. അപ്പം എവ്രി പേഴ്സൺ വിൽ ബിക്കം എൻ ഓൺടർപ്രനോർ എന്നുള്ളതാണ്. അതായത് എല്ലാ ആൾക്കാരും അവനവൻ്റെ ആശയങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ലോകത്തിലേക്ക് എത്തിക്കുന്ന, വിപണിയിലേക്ക് എത്തിക്കുന്ന ഒരു സംരംഭകനായി മാറും. വിച്ച് ഇസ് വൈ ആൻ ഓൺടർപ്രനർഷിപ്പ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. മുന്നോട്ട് പോകുന്തോറും നമുക്ക് ജോലിയല്ല, നമ്മളുടെ ആശയങ്ങളായിരിക്കും കൂടുതൽ പ്രഷ്യസ് ആയിട്ട് വരുന്നത്. സോ ഭ്രാന്തനാശയങ്ങൾ പെട്ടെന്ന് റിയാലിറ്റി ആയിട്ട് മാറുന്ന ഒരു ലോകത്തിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ വരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക, സാർ എന്താ US ഒരു സംരംഭം തുടങ്ങാൻ നോക്കി? എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടാണ് ആക്ച്വലി. അതും ഏതൊക്കെയോ ഇൻ്റർവ്യൂകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനൊരു യൂണിവേഴ്സിറ്റി ഓഫ് മാസച്യൂസെറ്റ്സിലൊരു പ്രൊഫസറുമായിട്ട് ചേർന്നിട്ട് ഞാനൊരു കമ്പനി തുടങ്ങാനുള്ള ഒരു 3-4 റൗണ്ട് ഡിസ്കഷൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ അത് പിന്മാറിയപ്പോഴത്തേക്കും ശരിക്കും എൻ്റെ മനസ്സപ്പോഴത്തേക്കും ഞാനൊരു കമ്പനി തുടങ്ങാൻ പാകപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് തുടങ്ങാനുള്ള അത്രയും US എക്സ്പെൻസീവ് ആണ്. ഇവിടെ 25 ലക്ഷം രൂപ ചെയ്യുന്ന കാര്യം നമുക്ക് ചിലപ്പോൾ അവിടെ ഒരു 1 കോടിയോ അല്ലെങ്കിൽ 2 കോടിയോ 3 കോടിയോ രൂപ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഈ 25 ലക്ഷം റേസ് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം US എൻ്റെ സുഹൃത്തുക്കളോട് തന്നെ പറഞ്ഞപ്പോഴത്തേക്ക് അതിനുള്ള പൈസ വളരെ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് നമ്മൾ റേസ് ചെയ്തു. അപ്പം അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട, തുടങ്ങാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, പറ്റാഞ്ഞിട്ടാണ്. ഇപ്പം നമ്മുടെ വാല്യൂ പ്ലസിലെ എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ ചോദിക്കുന്ന ഒരു സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡു യു ഡിഫൈൻ സക്സസ്? വിജയത്തെ എങ്ങനെയാണ് സാർ നിർവചിക്കുന്നത്? രസകരമായ ചോദ്യം. ആക്ച്വലി ഞാൻ മിനിഞ്ഞാന്നല്ല കഴിഞ്ഞ ആഴ്ചയിലോ മറ്റോ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പറ്റം കുട്ടികളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അവരോട് ഇതേ ചോദ്യം ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒരു പയ്യൻ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ മനസ്സമാധാനത്തോടെ ജീവിക്കണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ആരോഗ്യത്തിനെ പറ്റി ആൾക്കാർ പറഞ്ഞു. സമൂഹത്തിൻ്റെ പ്രഷറുകൾക്ക് അടിമപ്പെടാതെ അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ പ്രൈമറിലി ഐ വിൽ ആട്രിബ്യൂട്ട് ഇറ്റ് ടു പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. ദാറ്റ് ഇസ് വാട്ട് സക്സസ് ഇസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മോശമാണ്. നമുക്ക് എത്ര ഇതുണ്ടെങ്കിലും നമുക്ക് ചുറ്റും നല്ല ആൾക്കാരില്ലെങ്കിൽ, അതും പറഞ്ഞു ആ കുട്ടികൾ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഗുഡ് പീപ്പിൾ. എപ്പോഴും നമുക്ക് ചുറ്റും നല്ല നല്ല ആൾക്കാരുണ്ടാകുക. പക്ഷേ ഇതെല്ലാം ട്രാൻസ്ലേറ്റ്സ് ടു ഓൺലി വൺ തിങ്, വിച്ച് ഇസ് സന്തോഷമായിട്ടും മനസ്സമാധാനമായിട്ടും ജീവിക്കാൻ കഴിയുക. അങ്ങനെ കഴിയുന്ന ഒരാളെ ഞാൻ സക്സസ് എന്ന് വിളിക്കും. താങ്ക് യു. അപ്പോൾ എന്തായാലും സാർ പറഞ്ഞതുപോലെ എനിക്കതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ആശയം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ എൻ്റർപ്രണർഷിപ്പ്, സാർവത്രികമായ സംരംഭകത്വം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തോമസ് പിക്കറ്റിയുടെയൊക്കെ ഒരു പഠനം വന്നു. ഇന്ത്യയിലെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക അസമത്വമാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ അസമത്വമില്ലാത്ത ഒരു സമൂഹം, എല്ലാവരും അവരവരുടേതായ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് പലതും കണ്ടെത്തി ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങയുടെ സംരംഭത്തിനും അതിനൊരു പാത തെളിക്കാനാവട്ടെ. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.